വലിയ രീതിയിലുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ചർച്ചയായിരിക്കും പ്രധാനമായും ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുകയെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് രാവിലെ വാർത്താസമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നത് ഈ സൗത്ത് ബ്ലോക്കിലായിരുന്നു. 4:05 വാർത്താസമ്മേളനം പ്രതിരോധ മന്ത്രാലയം അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായിട്ടൊരു വാർത്താസമ്മേളനം ഇവിടെ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് അത് 10:30 മാറ്റുകയായിരുന്നു. ആ വാർത്താസമ്മേളനം 10:30 വാർത്താസമ്മേളനം തുടരുകയും അത് ആരംഭിക്കുകയും ചെയ്യും. അതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമൊക്കെയായിട്ട് പ്രധാനമന്ത്രി വിവിധ വകുപ്പ് മന്ത്രിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എസ് ജയശങ്കറുമായും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമൊക്കെയായി പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്, അതിർത്തികളിൽ ഉൾപ്പെടെ നിലവിലത്തെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി മന്ത്രിമാരോട് ചോദിക്കുകയും അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വാർത്താസമ്മേളനം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായിട്ടൊരു വാർത്താസമ്മേളനം നടത്താനായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നത്. കൂടുതൽ നടപടികളിലേക്ക് രാജ്യം കടക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ വാർത്താസമ്മേളനത്തിൽ ഉണ്ടായേക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും കൂടി ഇന്ന് നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാർ തന്നെയാണോ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുക? ദിവ്യ, അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. രാവിലെ നിശ്ചയിച്ചിരുന്ന 5:45 നിശ്ചയിച്ചിരുന്ന വാർത്താസമ്മേളനത്തിൽ അവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആ വാർത്താസമ്മേളനം പിന്നീട് മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ 10:30 നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും വാർത്താസമ്മേളനം 10:30 തന്നെ ആരംഭിക്കും. ഒരുപക്ഷെ അവർ തന്നെ പങ്കെടുത്തേക്കാം, അല്ലെങ്കിൽ രണ്ട് മിനിസ്ട്രിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ സ്വീകരിക്കേണ്ട നടപടികൾ എങ്ങനെയാണ്, ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ചർച്ച ഇതിനോടകം തന്നെ കേന്ദ്രം നടത്തിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിലും പ്രധാനപ്പെട്ടൊരു അജണ്ട അതായിരിക്കും. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുകൊണ്ട് നിരന്തരമായിട്ട് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു, രാജസ്ഥാനിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഒപ്പം ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് നിർണായക പ്രഖ്യാപനമാണ് വാർത്താ സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നതെന്നറിയാൻ 10:30 വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്.